ശരൺ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഡി ഈ കേസിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കരുതിയത് തന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരുപക്ഷെ ഡി ചോദ്യം ചെയ്തേക്കാം എന്നുള്ളതാണ്. ഈ കേസിൽ വളരെ നിർണായകമായ ഒരു കക്ഷിയാണ് തന്ത്രി. തന്ത്രിയുടെ വീട്ടിലേക്ക് ഇതുവരെയും ഡി റെയ്ഡിന് പോയിട്ടില്ല. തന്ത്രിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഡിയുടെ കൈവശമുണ്ടോ എന്നുൾപ്പോൾ നമുക്ക് വ്യക്തതയുമില്ല. അപ്പോൾ തന്ത്രി ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നീക്കമാണോ ഇപ്പോൾ ഡി നടത്തുന്നത്? അങ്ങനെ ഒരു സംശയമുണ്ട്. പൊതുവെ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചില രേഖകളൊക്കെ ഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും പറയപ്പെടുന്നു. പക്ഷേ തന്ത്രിയുടെ വീട്ടിലേക്ക് ഇതുവരെയും റെയ്ഡ് നടന്നിട്ടില്ല. അതൊക്കെ അടുത്ത ഘട്ടത്തിലേക്കെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഒക്കെ തന്ത്രിക്കുമൊക്കെ എതിരായ മൊഴികൾ ശേഖരിച്ചതിന് ശേഷം, കേസിൽ സാക്ഷിയാവാൻ സാധ്യതയുള്ളവരുടെ മൊഴികൾ ശേഖരിച്ചതിനു ശേഷം, കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമേ തന്ത്രിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ തന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ കഥ അവസാനിക്കുമോ ഡിയുടെ? അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ഈ പ്രതികളെയൊക്കെ കേന്ദ്രീകരിച്ച്, അതായത് ഡിയുടെ അന്വേഷണം എങ്ങനെയാണ് പോയെന്നുള്ളത് കൃത്യമായി തന്നെ നമ്മൾ നിരീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ തന്ത്രി കണ്ഠരര് രാജീവർ കൂടി ഉൾപ്പെടേണ്ടതാണ് സ്വാഭാവികമായും. പക്ഷേ ഈ ഘട്ടത്തിൽ തന്ത്രിയെ ഉൾപ്പെടുത്താതെയുള്ളൊരു അന്വേഷണവുമായിട്ട് ഡി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 21 ഇടങ്ങളിലാണ് വലിയ റെയ്ഡ് ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൽ തന്നെ തന്ത്രിയുടെ വീട് ഉൾപ്പെടേണ്ട ാണ്. പക്ഷേ അന്ന് വീട് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ അതിലൊരു കൃത്യമായ മറുപടി ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല. ഇതിനിടയിലാണ് നെടുമ്പറമ്പിൽ ഈ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡും ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 2024 രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ ദിവസമാണ് വലിയ റെയ്ഡ് നടക്കുന്നത്. അതും തന്ത്രിക്ക് ഈ സ്ഥാപനത്തിൽ 2.5 കോടിയുടെ നിക്ഷേപമുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ആ റെയ്ഡ് നടന്നിരുന്നത്. അതിനുശേഷവും ഈ തന്ത്രിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തന്നെ ഡി വ്യക്തത വരുത്തുന്നില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത്, ആരും നിങ്ങൾക്ക് മൊഴി ലഭിച്ചാൽ, അതായത് തന്ത്രിക്കെതിരെയുള്ള മൊഴി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്ത്രിയിലേക്ക് പോകാം, അല്ലെങ്കിൽ തന്ത്രിയെ സംബന്ധിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ SIT നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടായിട്ട് തുടർച്ചയായിട്ട് തന്ത്രിയിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് ഡി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ്. അവർ പ്രതികളെ മാത്രമല്ല, നടൻ ജയറാം അടക്കമുള്ളവർക്ക് കൂടി സമൻസ് അയച്ചുകൊണ്ടുള്ള അന്വേഷണവുമായിട്ടാണ് ഡി മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ ശരൺ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരൺ ഈ വാർത്താ പ്രഭാതത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിൽ നിന്ന് നേരത്തെ SIT മൊഴിയെടുത്തിരുന്നതാണ്. ഇപ്പോൾ ഡി മൊഴിയെടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് റിപ്പോർട്ടർ ആദ്യം ബ്രേക്ക് ചെയ്തത്.